രോഗങ്ങൾ ഉണ്ടാവാൻ രണ്ട് പ്രധാന കാരണങ്ങളാണുള്ളത്. ഒന്ന് ഡിസ്ഈസും രണ്ടാമത് ഡിസോർഡർ. ഡിസീസ് എന്ന വാക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയേ. രണ്ട് വാക്ക് കിട്ടും. ഡിസ്ഈസ് അതായത് മനസ്സിൻ്റെ വൈഷമ്യം കാരണം രോഗങ്ങൾ ഉണ്ടാകുന്നു. അമിതമായ ഉത്കണ്ഠ, ഭയം, ദേഷ്യം, ആകാംക്ഷ, അസൂയ, പക ഇതൊക്കെ ശരീരത്തിൽ ഒരുതരം സ്ട്രെസ് ഉണ്ടാക്കുന്നു. അത് കാരണം ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു, രോഗപ്രതിരോധ ശേഷിയിൽ മാറ്റങ്ങൾ വരുന്നു, രോഗങ്ങൾ ഉണ്ടാകുന്നു. രണ്ടാമത്തെ ഡിസോർഡറാണ്. ശരീരത്തിൻ്റെ ക്രമം തെറ്റുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകുന്നു. ഈ പ്രകൃതിയിൽ ഒരു താളമുണ്ട്. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. അതിനനുസരിച്ച് ഉറങ്ങണം, എഴുന്നേൽക്കണം, ഭക്ഷണം കഴിക്കണം, മലമൂത്ര വിസർജനം ചെയ്യണം, വ്യായാമം ചെയ്യണം മുതലായവ. ഈ ക്രമത്തിൽ എന്തെങ്കിലും താളം തെറ്റുമ്പോൾ അസുഖങ്ങൾ ഉണ്ടാകുന്നു. ഇന്നത്തെ പല ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ മുതലായവയ്ക്ക് ഡോക്ടർമാർ പറയാറില്ലേ, ജീവിതശൈലി മാറ്റണം, ടെൻഷൻ കുറയ്ക്കണം. ഇത് തന്നെയാണ് ആയുർവേദം പറയുന്നത്. ആയുസ്സിൻ്റെ വേദം അല്ലെങ്കിൽ ശരിയായ ജീവിതശൈലി, അതാണ് ശരിക്കും ആയുർവേദം അനുശാസിക്കുന്നത്. രോഗങ്ങൾ ഉണ്ടാകുന്നത് ബാഹ്യകാരണങ്ങൾ കൊണ്ട് മാത്രമല്ല. ഒരു യുദ്ധം എടുത്തു നോക്കിയേ, ശത്രുക്കൾ കൊണ്ട് മാത്രമാണ് യുദ്ധം ഉണ്ടാകുന്നത്? അല്ല, നമ്മുടെ കോട്ടയിൽ ഒരു ബലഹീനത ഉള്ളപ്പോൾ അത് ശത്രുക്കൾ ചൂഷണം ചെയ്യുകയാണ്. അതിലൂടെ ഒരു യുദ്ധം പുരോഗമിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിൽ ബലഹീനത വരുമ്പോൾ ആണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? പരിഹാരം രണ്ടാണ്. ഒന്ന്, ആയുർവേദം അനുശാസിക്കുന്ന ദിനചര്യയും ഋതുചര്യയും പാലിച്ചുകൊണ്ട് ശരിയായ ഒരു ജീവിതക്രമം കൊണ്ടുവരിക. രണ്ടാമത്, ആയുർവേദം അനുശാസിക്കുന്ന സദാചാരം അല്ലെങ്കിൽ സദ്വൃത്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശരിയായ മനോഭാവം കൊണ്ടുവരിക. ഇത് രണ്ടുകൊണ്ടും നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യം കെട്ടിപ്പടുക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?